രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. നിസാരമെത്രയും സംസാരമോർക്കലോ. ഈ സംസാരം, ഈ ലോകം, ഈ ഇന്ദ്രിയങ്ങളിലൂടെ നാം അറിയുന്നതായ ഈ ലോകം അങ്ങേയറ്റം നിസ്സാരമാണ്, അർത്ഥശൂന്യമാണ്, വിലയില്ലാത്തതാണ്. ഏത് ചക്രവർത്തിക്കാണ് തന്റെ സാമ്രാജ്യം എന്നും കയ്യിലിരിക്കുക? എന്തെല്ലാം ക്ലേശങ്ങൾ സഹിച്ചും എന്തെല്ലാം ക്ലേശങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയും ഒക്കെയാണ് ഒരാള് വലിയ സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുകയോ വിജയിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. വിജയിച്ചു കഴിഞ്ഞാലും അത് നിൽക്കുമോ? നിൽക്കുന്നില്ല. ഒരു ചക്രവർത്തിയും ഏറെക്കാലം താൻ ആഗ്രഹിച്ചതുപോലെ ജീവനോടുകൂടിയിട്ട് ഈ ഭൂമിയിൽ കഴിഞ്ഞിട്ടില്ല. ശരീരത്തിന് അതിൻ്റെതായ ഒരു ക്രമമുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ ആയുസ്. അപ്പോഴേക്കും അത് വിട്ടുപോകും. തടഞ്ഞു നിർത്താൻ ചക്രവർത്തിയുടെ ആജ്ഞാശക്തിക്ക് പോലും സാധ്യമല്ല. അതാണ്, ഇത് നിസ്സാരമാണ്. പ്രാണൻ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരത്തെ എന്തിനു കൊള്ളാം? ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും ആ ശരീരത്തെ പിന്നെ അധിക നേരം വച്ചേക്കില്ല, കൊണ്ടുപോയിട്ട് സംസ്കരിക്കും. ഇല്ലാതെ വേറെ മാർഗമില്ല. അതാണ്, നിസ്സാരമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടല്ലോ ലക്ഷ്മണോപദേശത്തില് എന്താ, ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടില്ലാം, മണ്ണിനു കീഴെ കൃമികളായി പോകില്ലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. അതാണ് നിസ്സാരം എത്രയും. അങ്ങനെയാണ് ഈ ശരീരം, ഈ ലോകവും അങ്ങനെ തന്നെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ലോകത്തിലെ വിലപ്പെട്ടത് എന്താണ്? സത്സംഗം ഒന്നേ ശുഭകരമായുള്ളൂ. വസിഷ്ഠൻ ഭരതനോട് പറയാണ്, ശത്രുഘ്നോടും പറയാണ്, സത്സംഗം മാത്രമാണ് ശുഭകരമായിട്ടുള്ളത്. ജന്മമുണ്ടെങ്കിൽ മരണവും നിശ്ചയം, ജന്മം മരിച്ചവർക്കും വരും നിർണയം. അദ്ദേഹം കേൾപ്പിക്കുന്നു. ജനനമുണ്ടോ? മരണമുണ്ട്. മരിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാം ഇല്ലാണ്ടാവോ? ഇല്ല. ജീവൻ ഈ സ്ഥൂല ശരീരത്തെ വിട്ടുപോകുന്നു, അത്രയേ ഉള്ളൂ. സൂക്ഷ്മ കാരണ ശരീരങ്ങളോടുകൂടിയാണ് ജീവൻ ഈ സ്ഥൂല ശരീരത്തെ വിട്ടുപോകുന്നത്. അതിനെയാണ് നമ്മൾ മരണമെന്ന് പറയുക. ജീവൻ അഥവാ ആത്മാവ് അത് മരിക്കുന്നില്ല. അത് പിന്നെ തന്റെ കർമ്മവാസനകൾക്ക് ചേരുന്നതായ പുതിയൊരു ശരീരത്തിൽ ചെന്ന് ചേരുന്നു. അങ്ങനെ പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം. ഈ അവസ്ഥയിൽ ജീവനിങ്ങനെ ഭ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ്, മരിച്ചാൽ പിന്നെ ജനനമുണ്ട്. ജനിച്ചാൽ മരണവും ഉറപ്പാണ്, മരിച്ചാൽ ജനനവും ഉറപ്പാണ്. ആർക്കും തടുക്കരുതാത്തോരവസ്ഥയെ, ആർക്കും തടുക്കരുതാതോരവസ്ഥയെന്നോർക്കണം എല്ലാം സ്വകർമ്മവശഗതം. ഇത് ആർക്കും തടയാൻ കഴിയുന്ന കാര്യമല്ല ഈ അവസ്ഥ. ജനനത്തിന്റെയും മരണത്തിന്റെയും ഒക്കെ ഈ ചാക്രികമായിട്ടുള്ളതായ ഗതി അത് ദേവന്മാർക്ക് പോലും തടുക്കാൻ നിവർത്തിയില്ല. നമ്മുടെ ആയുസ്സിനെ അപേക്ഷിച്ചിട്ട് കൂടുതലുണ്ട് അവർക്കെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ അമരന്മാരെന്നൊക്കെ നമ്മൾ പറയും. ഈ കൽപ്പം കഴിയുമ്പോൾ അവരുടെയും ആയുസ് കഴിഞ്ഞു, പിന്നെ പുതിയ ആളുകളാണ് ആ പോസ്റ്റിലേക്ക് വരിക. അങ്ങനെ ആർക്കും തടയാൻ കഴിയുന്ന അവസ്ഥയല്ലിത്. ഇത് ഓർക്കണം. ഇതെല്ലാം സ്വകർമ്മവശഗതം, താൻ ചെയ്തിട്ടുള്ളതായ കർമ്മങ്ങൾ മൂലം വന്നു ചേരുന്നതാണ് എന്നറിയണം. ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ശരീരം നാം എപ്പോഴാണ് ത്യജിക്കുക? നാം ത്യജിക്കുകയല്ല, ശരീരം എപ്പോഴാണ് വിട്ടുപോവുക? ശരീരം ത്യജിക്കാൻ ശേഷിയുള്ള ആളുകളുണ്ട്,
അത് യോഗ്യമാരാണ്. അല്ലാതുള്ളവർക്ക് ശരീരം വിട്ടുപോവാണ്. അങ്ങനെ ദേഹികൾ ജീവന്മാരെന്ത് ചെയ്യുന്നു? ജീർണവസ്ത്രങ്ങളെ ഉപേക്ഷിക്കുന്നു. ജീർണിച്ചു പോയതായ ശരീരത്തെ, ശരീരമാണ് വസ്ത്രം, ജീവൻ ധരിച്ചിരിക്കുന്നതായ വസ്ത്രം അത് ശരീരമാണ്. ആ ശരീരം എപ്പോഴാണോ ജീർണിക്കുന്നത് അപ്പോൾ അതിനെ ഉപേക്ഷിച്ചു പോകുന്നു. എന്നിട്ട് എന്തു ചെയ്യും? പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു, പുതിയ ശരീരങ്ങളെ സ്വീകരിക്കുന്നു. സാധാരണ ഒരു മനുഷ്യൻ, ഒരു ദേഹി, ഒരു മനുഷ്യൻ വസ്ത്രം, താൻ ധരിക്കുന്നതായ വസ്ത്രം, വർണ്ണാഭമായ വസ്ത്രം, തന്റെ സ്ഥാനമാനങ്ങളെയൊക്കെ പ്രകടമാക്കുന്നതായ വസ്ത്രം, അത് ജീർണിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനെ കളഞ്ഞിട്ട് പുതിയ വസ്ത്രം സ്വീകരിക്കും. അതേപോലെ ഈ ദേഹികൾ എന്ത് ചെയ്യും? ഈ ജീവന്മാരെന്ത് ചെയ്യും? ജീർണിച്ചു പോയതായ ശരീരത്തെ ഉപേക്ഷിക്കും. ശരീരം സ്വീകരിച്ചിരിക്കുന്നത് കുറെ കർമ്മങ്ങൾ ചെയ്യാനും അതിന്റെ ഫലം അനുഭവിക്കാനും വേണ്ടിയിട്ടാണ്. പ്രാരബ്ധം എന്ന് പലതവണ നമ്മൾ ഉറക്കെ ചിന്തിച്ചിട്ടുള്ളതാണ്. ആ പ്രാരബ്ധം തീരുന്നതുവരെ ശരീരം നിലനിൽക്കും. പിന്നെ ഈ ശരീരം കൊണ്ട് യാതൊരു കാര്യവുമില്ല. ആ അവസ്ഥ, പ്രാരബ്ധം തീരുന്ന നിമിഷം തൊട്ട് ശരീരം ജീർണമായി എന്നർത്ഥം. ശരീരം ആകെ ദുർബലമായി, ശരീരത്തിൽ ഏതെങ്കിലും പ്രകാരത്തിലുള്ള കുഴപ്പങ്ങൾ സംഭവിച്ചു എന്നൊന്നും അർത്ഥമില്ല. പ്രാരബ്ധം തീരുമ്പോൾ പിന്നെ ആ പ്രാരബ്ധത്തിന്റെ ദൃഷ്ടിയിൽ ഈ ശരീരം ആവശ്യമില്ല. പ്രാരബ്ധം ചിലപ്പോൾ ഒരു ദിവസത്തേതാകാം, ചിലപ്പോൾ 10 ദിവസത്തേതാകാം, ചിലപ്പോൾ 1 വർഷത്തേക്കകത്താകാം, ചിലപ്പോൾ 10 വർഷമോ 50 വർഷമോ 100 വർഷമോ 120 വർഷമോ ആകാം പ്രാരബ്ധം. അങ്ങനെ പലരുടെയും പ്രാരബ്ധം അനുഭവിച്ചു തീർക്കാൻ വേണ്ടുന്നതായ കാലയളവ് പലതാണ്. ആ പ്രാരബ്ധം അനുഭവിച്ചു തീർക്കാനുള്ളതായ കാലയളവ് കഴിയുമ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം, ജീവനെ സംബന്ധിച്ചിടത്തോളം ശരീരം ജീർണിച്ചു കഴിഞ്ഞു, ഉപയോഗശൂന്യമായി കഴിഞ്ഞു. അപ്പോൾ അതിനെ, ആ ശരീരത്തെ അവർ ഉപേക്ഷിക്കും, ജീവൻ ഉപേക്ഷിക്കും. എന്നിട്ട് പുതിയ ശരീരത്തെ സ്വീകരിക്കും. ഏതുപോലെ? പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചിട്ട് പുതിയ വസ്ത്രങ്ങൾ സ്വീകരിക്കുന്ന പോലെ. ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ അവണ്ണം ഉപേക്ഷിച്ച് പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. വസാംസി ജീർണാനി യഥാവിഹായ എന്ന് ഭഗവത്ഗീത. ഈ ശരീരമാണ് വസ്ത്രം. ശരീരത്തെ ജീവന്റെ വസ്ത്രമായിട്ട് വേദാന്തശാസ്ത്രം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കും. അതുകൊണ്ട് ആദ്യത്തെ ഈ 4 വരികളിൽ ആദ്യത്തെ 2 വരികൾ കൊണ്ട് തന്നെ ഈ മുഴുവൻ അർത്ഥവും ഒരുപോലെ കിട്ടും. അങ്ങനെ ദശരഥ മഹാരാജാവ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ട കാലഘട്ടം മുഴുവൻ വളരെ സന്തോഷത്തോടുകൂടി ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം വിജയകരമായിട്ട് ചെയ്ത് അദ്ദേഹം ജീവിതത്തെ സഫലമാക്കിക്കൊണ്ട് ഈ ഭൂമിയെ അലങ്കരിച്ചു. അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, പ്രാരബ്ധം തീർന്നു. അപ്പോഴേക്കും അദ്ദേഹം ഈ ശരീരത്തെ വിട്ടിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ട് അദ്ദേഹം ദേവലോകത്തിലേക്ക് പോയി. അവിടെ ദേവാദികൾ അദ്ദേഹത്തെ സ്വീകരിച്ച് സൽക്കരിക്കുന്നു, സന്തോഷത്തോടുകൂടി അവിടെ വിരാജിക്കുന്നു. ദശരഥന് മരണമില്ല. ദശരഥൻ ആത്മാവാണ്. ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും മരണമില്ല. വ്യക്തികൾ ഈ ശരീരമല്ല, വ്യക്തികൾ ആത്മാവാണ്. ആത്മാവിനില്ല ജനന മരണവും. ആത്മന് ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. ജനനവും മരണവും ആത്മാവിനില്ല, അതൊക്കെ ശരീരത്തിനേ ഉള്ളൂ. ശരീരം ജനിക്കുന്നുവെന്ന് നമുക്ക് തോന്നും, ശരീരം മരിക്കുന്നുവെന്ന് നമുക്ക് തോന്നും. തത്തിൽ ജനനവും മരണവും അതിനും ഇല്ല. അത് നമുക്ക് തൽക്കാലം തോന്നുന്നത് മാത്രമാണ്. ഇതാ ജനിക്കുന്നു, ഇതാ മരിക്കുന്നു എന്ന്. ആത്മാവിന് അങ്ങനെ പോലും തോന്നിക്കാൻ പറ്റത്തില്ല. ജനനവും മരണവും ആത്മാവിനില്ല. ജനിമൃതികൾക്ക് അതീതമായിട്ട് ആത്മാവ് അഖണ്ഡ സച്ചിദാനന്ദമായിട്ട് കുടികൊള്ളുന്നു. ഷഡ്ഭാവങ്ങൾ ആത്മാവിനില്ല. അസ്ഥി ജായതേ വർദ്ധതേ വിപരിണമതേ അപക്ഷീയതേ വിനശ്യതീതി. ഇങ്ങനെ 6 മാറ്റങ്ങൾ ശരീരത്തിനുണ്ടല്ലോ. ലോകത്തിൽ സർവ്വശരീരങ്ങൾക്കും അതുണ്ട്. ഇതൊന്നും ആത്മാവിനില്ല എന്നറിഞ്ഞുകൊള്ളുക. അങ്ങനെ ദശരഥൻ മരിച്ചിട്ടില്ല. ദശരഥൻ എന്നുള്ളത് ആത്മാവാണ്.
ഈ ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളും അങ്ങനെ തന്നെയാണ്. ആത്മാവാണ് മരണം എന്നുള്ളത് അവർക്കില്ല. മരണമുണ്ട് എന്നുള്ളത് തെറ്റിദ്ധാരണ മാത്രം. ആ തെറ്റിദ്ധാരണ ആണ് ദുഃഖത്തിന് കാരണം. ആ തെറ്റിദ്ധാരണ നീങ്ങാൻ വേണ്ടിയിട്ടാണ് വേദാന്തശാസ്ത്രം, അതിനു വേണ്ടിയിട്ടാണ് രാമായണം. അതാണ് ഇവിടെ വസിഷ്ഠന്റെ വാക്കുകളിലൂടെ നാം കേൾക്കുന്നത്. ഇങ്ങനെ ഭരതനെയും ശത്രുഘ്നെയും ശാസ്ത്രം വ്യക്തമായ രീതിയിൽ ഉപദേശിച്ച് വസിഷ്ഠൻ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് ഇനി കരണീയമായിട്ടുള്ള ദശരഥ മഹാരാജാവിന്റെ സംസ്കാര കർമ്മങ്ങൾ ചെയ്യുകയാണ്. അതിനു വേണ്ടിയിട്ട് തയ്യാറായിക്കൊള്ളാൻ അവരോട് പറഞ്ഞു. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാര കർമ്മവും. ഗുരുവിന്റെ വാക്ക് കേട്ടിട്ട് ശോകത്തെയെല്ലാം കളഞ്ഞ് ഭരതനും ശത്രുഘ്നും വിധിപ്രകാരം ഗുരു ഉപദേശിച്ച പ്രകാരത്തില് മഹാരാജാവായ ദശരഥന്റെ സംസ്കാര കർമ്മമെല്ലാം ചെയ്ത് തിലോദകം സമർപ്പിച്ച് പിണ്ടവും സമർപ്പിച്ച് ശുദ്ധപിണ്ടവും സമർപ്പിച്ച് അദ്ദേഹം ദാനങ്ങൾ എല്ലാം നിർവഹിച്ചു. ഭരതനും ശത്രുഘ്നും അച്ഛനു വേണ്ടിയിട്ട്, അച്ഛന്റെ ആത്മാവിന് വേണ്ടിയിട്ട് ദാനധർമാദികളെല്ലാം പരിധിയില്ലാതെ നിർവഹിച്ച് വളരെ സ്വസ്ഥനായി സന്തോഷത്തോടു കൂടിയിട്ട് അദ്ദേഹം അവിടെ തന്റെ കൊട്ടാരത്തിൽ വസിച്ചു. അടുത്ത പുലരിയിൽ വസിഷ്ഠ ഋഷി തന്റെ അടുത്ത കർമ്മത്തിലേക്ക്, താൻ ചെയ്യേണ്ടതായ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതേ നേരെ സഭാഗൃഹത്തിലേക്ക് വന്നു. മറ്റ് പൗരമുഖ്യന്മാരോടൊപ്പം, അമാത്യന്മാരോടൊപ്പം, സൈന്യാധിപന്മാരോടൊപ്പം വന്നിട്ട് അദ്ദേഹം താൻ ഇരിക്കേണ്ടതായിട്ടുള്ള സ്വർണ സിംഹാസനത്തിൽ ഇരുന്നു. ബാക്കി എല്ലാവരും അതേപോലെ ആ സഭയെ അലങ്കരിച്ചു. ഈ അവസരത്തിൽ ഭരതരാജകുമാരനും ശത്രുഘ്നകുമാരനും വസിഷ്ഠന്റെ നിർദ്ദേശമനുസരിച്ച് ആ സഭയിലേക്ക് വന്നു. സഭയിൽ വെച്ചിട്ട് വസിഷ്ഠൻ അവരോട് പറഞ്ഞു, ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാൻ ആശി ചൊല്ലിയിടുവൻ. ഞാൻ ദേശികനാണ്, നിങ്ങളെ പഠിപ്പിക്കുന്നയാളാണ്, എന്റെ ചുമതലയാണ് ഈ സൂര്യവംശ രാജാക്കന്മാരുടെ കുലഗുരു എന്നുള്ളതായ നിലയിലുള്ള എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. മഹാരാജാവായിരിക്കുന്ന ദശരഥൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് സമർപ്പിച്ചു പോയിരിക്കുന്ന അധികാരം മുഴുവൻ നിങ്ങളെ ഏൽപ്പിക്കുക എന്നുള്ളത് രസികനായ എന്റെ ചുമതലയാണ്. ആ സിംഹാസനവും കിരീടവും ചെങ്കോലുമെല്ലാം അല്ലയോ ഭരതകുമാര, അങ്ങയ്ക്ക് അവകാശപ്പെട്ടത് അങ്ങയിൽ തരാൻ ഞാൻ പോവുകയാണ്. മന്ത്രപൂർവം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടും അൻപോട് ചെയ്തിടുവൻ. വിധിപ്രകാരം വേദമന്ത്രങ്ങളെല്ലാം ഉച്ചരിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ആരണ്യകങ്ങളും ബ്രാഹ്മണങ്ങളിലുമെല്ലാം വിധിച്ചിരിക്കുന്നതായ കർമ്മങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് മന്ത്രികളോടൊപ്പം ഞാൻ നിനക്ക് അഭിഷേക കർമ്മം ചെയ്യാൻ പോവുകയാണ്. രാജ്യം അരാജകമാം ഭവാനാൽ ഇനി ത്യാജ്യമല്ലെന്ന് ധരിക്ക കുമാര നീ. അല്ലയോ കുമാര, നീ ഈ രാജ്യത്തെ ത്യജിക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ നീ ഈ രാജ്യം കൈയേൽക്കില്ല എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ രാജ്യത്തിൽ രാജാവില്ലാതായി തീരും, അരാജകമാകും. അത് ഏറ്റവും വലിയ വിപത്താണ്. അത് വരാൻ പാടില്ല. രാജ്യത്തെ രക്ഷിക്കുവാനുള്ള ചുമതല നിനക്കാണ്. മഹാരാജാവ് ഈ ഭൂമി നിനക്കാണ് തന്നിരിക്കുന്നത്. സത്യസന്ധൻ തവ താതൻ ദശരഥൻ പൃഥ്വീതലം നിനക്ക് അദ്യ നൽകിയിടിനാൻ. ഇതാണ് നിനക്ക് ഇവിടെ അധികാരം കൈവരാനുള്ള കാരണം. ദശരഥ മഹാരാജാവ്, നിന്റെ പിതാവ് സൂര്യവംശജനായിരിക്കുന്ന ആ ചക്രവർത്തി സത്യസന്ധനാണ്. അദ്ദേഹം പൃഥ്വീതലത്ത് നിനക്ക് തന്നിരിക്കുന്നു. അതിനാൽ നീ ഇത് കൈയേൽക്കുക. യഥായോഗ്യം അഭിഷേകം കഴിക്കുവാനുള്ള ചുമതല എന്റേത്. അത് ഞാനിതാ നിനക്ക് നടത്താനായി പുറപ്പെടുകയാണ്. നാട്ടുകാരെ മുഴുവൻ സാക്ഷി നിർത്തി, അതേപോലെ സൈന്യാധിപന്മാരെയും സൈന്യങ്ങളെയും മുഴുവൻ സാക്ഷി നിർത്തി, അമാത്യന്മാരെ മുഴുവൻ സാക്ഷി നിർത്തി. ഗുരുവിന്റെ നിർദ്ദേശമാണ്. ഈ വാക്കുകൾ കേട്ടു ഭരതനും ശത്രുഘ്നും. എന്നിട്ട് തൊഴുതുകൊണ്ട് ഭരതൻ ഗുരുനാഥനോട് പറഞ്ഞു, എല്ലാവരും കേൾക്കെ, ഇന്ന് അടിയന് രാജ്യം കൊണ്ട് കിംഫലം. അല്ലയോ മഹാഗുരു,
ഈ രാജ്യം കൊണ്ട് ഇക്ഷ്വാകുക്കൾ രക്ഷിച്ചു പോരുന്നതാ ഈ രാജ്യം കൊണ്ട്, സൂര്യവംശജരുടെ ഈ സാമ്രാജ്യം കൊണ്ട് അടിയൻ എന്ത് പ്രയോജനം? അദ്ദേഹം ചക്രവർത്തിയാകേണ്ട ആളാ ഭരതൻ. രാജകുമാരനാണ്, അടിയാളനല്ല, ഭരണീയനായ ഒരു പ്രജയല്ല അദ്ദേഹം. പക്ഷെ അദ്ദേഹം പറയുന്നു അടിയൻ എന്ന്. തന്നെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അടിയൻ എന്നാണ്. അപ്പോ ഭരിക്കേണ്ട ചക്രവർത്തി തന്റെ തലയ്ക്ക് മുകളിൽ യഥാർത്ഥത്തിൽ ഒരാളുണ്ട് എന്നാണ് ആ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമായി തീരുന്നത്. അടിയന് ഈ രാജ്യം കൊണ്ടെന്ത് പ്രയോജനം? അടിയൻ ഇവിടെ രാജാവാകാനുള്ള ആളല്ല, ചക്രവർത്തിയാകാനുള്ള ആളല്ല. ആരാ രാജാവാകേണ്ടത്? മന്നവനാകുന്നതും മമ പൂർവജൻ, എന്റെ ജ്യേഷ്ഠൻ ശ്രീരാമൻ, അദ്ദേഹമാണ് രാജാവ്. അദ്ദേഹത്തിനാണ് കിരീടം വയ്ക്കേണ്ടത്, അദ്ദേഹത്തെയാണ് സിംഹാസനത്തിൽ ഇരുത്തി പട്ടാഭിഷേകം നടത്തേണ്ടത്. നാളെ പുലർകാലെ പോകുന്നതുണ്ട് ഞാൻ നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. നാളെ പുലരിയിൽ തന്നെ ഞാൻ പുറപ്പെടുന്നു. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ കാനനത്തിൽ നിന്നിട്ട് ഈ അയോധ്യയിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടിയിട്ട് നാളെ ഞാൻ അദ്ദേഹം വസിക്കുന്ന കാട്, അത് എവിടെയെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് നമുക്കറിയില്ല, കാട്ടിലാണ് എന്ന് മാത്രമേ അറിയൂ. അതെവിടെയായിരുന്നാലും അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് പുറപ്പെടുന്നുണ്ട്. ആരൊക്കെയാ പോകുന്നത്? ഞാൻ മാത്രമായിട്ടല്ല, പിന്നെയോ ഞാനും ഭവാനും, ഗുരുനാഥനോട് പറയണം, അങ്ങും അരുന്ധതി ദേവിയും, വസിഷ്ഠന്റെ പത്നിയായിരിക്കുന്ന ആ അമ്മ അരുന്ധതി ദേവി, നാനാപുരവാസികളും അമാത്യരും എല്ലാവരെയും കൊണ്ടുപോവുക. ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും, എല്ലാ അമാത്യന്മാരും മന്ത്രിമാരും ആന, തേർ, കാലാൾ, കുതിരപ്പടയോടും ആനകശംഖ പടഹവാദ്യത്തോടും രാജാവായിട്ട് രാമനെ എതിരേറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇക്ഷ്വാകുക്കളുടെ പാരമ്പര്യമനുസരിച്ചുള്ളതായ എല്ലാ സജ്ജീകരണങ്ങളും അലങ്കരണങ്ങളും സന്നാഹങ്ങളും സൈനിക ആഘോഷങ്ങളും ഒക്കെ അതിനുണ്ടാകണം. അതുകൊണ്ട് ഇതെല്ലാം കൂട്ടിക്കൊണ്ട് സോദരനോടൊപ്പം, ഭൂസുരന്മാരോടൊപ്പം, താപസന്മാരോടൊപ്പം, സാമന്തന്മാരോടൊപ്പം, രാജാക്കന്മാരോടൊപ്പം, എല്ലാവരോടുമൊപ്പം വൈശ്യശൂദ്രാദിയും, ജാതി വ്യത്യാസമൊന്നുമില്ല, വൈശ്യന്മാരും ശൂദ്രന്മാരും എല്ലാവരും സാദരമാശു കൈകേയി ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ട് പോകണം. കൈകേയെ മാത്രം കൊണ്ടുപോവില്ല. ബാക്കി എല്ലാ അമ്മമാരും അവരും ഒക്കെയായിട്ട് നാളെ പുലരിയിൽ തന്നെ കാനനത്തിലേക്ക് ഞാനിതാ പുറപ്പെടുന്നുണ്ട്. എല്ലാവരുടെയും മുന്നിൽ വച്ചിട്ട് കുലഗുരുവായിരിക്കുന്ന വസിഷ്ഠനോട് ഭരതൻ ശത്രുഘ്നനോടൊപ്പം നിന്നുകൊണ്ട്, ഇത് ശത്രുഘ്നന്റെയും അഭിപ്രായമാണ് പറയുന്നത്, ഭരതനാണ്. രണ്ടുപേരും രണ്ട് ശരീരമാണെങ്കിലും ഹൃദയം കൊണ്ട് ഒന്ന് തന്നെയാണ് ഗുരുനാഥനോട് പറയുന്നത് നാം കേൾക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, രാമനിങ് ആഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. രാമൻ കാട്ടിൽ നിന്ന് ഇവിടെ എത്തുന്നത് വരെ ഞങ്ങൾ ഭൂമിയിൽ കിടക്കുകയുള്ളൂ. എങ്ങനെ? മൂലഫലങ്ങൾ ഭുജിച്ച്, കായികനികൾ കാട്ടിൽ നിന്ന് ലഭിക്കുന്നവ, അവ മാത്രം ഭുജിച്ച് ഭസിതവും ആലേപനം ചെയ്ത് ശരീരം മുഴുവൻ ഭസ്മവും പുരട്ടി വൽക്കലവും പൂണ്ട് മരൂരിയും ധരിച്ചിട്ട് താപസവേഷം ധരിച്ച് ജഡപൂണ്ട് താപം കലർന്ന് വസിക്കുന്നതേയുള്ളൂ. രാമന് ഇല്ലാത്തതായ യാതൊരു സുഖങ്ങളും ഞങ്ങൾക്ക് വേണ്ട. രാമൻ ഇപ്പോൾ കാട്ടിൽ ഇങ്ങനെയായിരിക്കും വസിക്കുന്നത്. ഇവിടെ വെച്ച് തന്നെ കൈകേയി മാതാവ് അവർക്ക് വൽക്കലം കൊടുത്തു. അങ്ങനെ വൽക്കലം ധരിച്ച് ഭസ്മം ധരിച്ച് ജഡ അദ്ദേഹം വളർത്തി. രാമൻ അവിടെ ഗംഗാതീരത്ത് വെച്ച് പേരാലിന്റെ കറ തലമുടിയിൽ പുരട്ടി ജഡ നിർമ്മിച്ചു എന്ന് സുമന്ത്രർ പറഞ്ഞറിഞ്ഞു. ലക്ഷ്മണനും അതേ പ്രകാരത്തിൽ ജഡ ധരിച്ചു എന്നറിഞ്ഞു. അതേ പ്രകാരത്തിൽ ഇപ്പൊ തന്നെ ഞങ്ങൾ ജഡ ധരിക്കുന്നുണ്ട്. ജഡയും ധരിച്ച് താപസ വൃത്തിയായി താപസ വേഷത്തോടുകൂടി, രാമന് ഇല്ലാത്ത ഒരു സുഖവും ഞങ്ങൾക്ക് വേണ്ട, സർവസുഖങ്ങളും പരിത്യജിച്ച് ഞങ്ങൾ ഇവിടെ രാമനെക്കുറിച്ച് ചിന്തിച്ച്, രാമനെ പിരിഞ്ഞുപോയതിലുള്ള ദുഃഖത്താൽ വേദനിച്ച്, എന്റെ പേരിലാണല്ലോ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്,
അതിനാൽ അങ്ങേയറ്റം വേദനിച്ച് ഞങ്ങൾ താപം കലർന്ന് വസിക്കുന്നതേയുള്ളൂ. ഭരതൻ വളരെ വ്യക്തമായും പറഞ്ഞു.